ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ കച്ചവടക്കാരനുണ്ടായിരുന്നു. നല്ല നിലയിൽ കച്ചവടം ചെയ്ത് ധാരാളം ധനമുണ്ടാക്കി. ഒരിക്കൽ ആ ഗ്രാമത്തിലെ ഒരു ദരിദ്രനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ കച്ചവടം ചെയ്ത് ധാരാളം സമ്പാദിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ടവനെയും നിങ്ങൾ സഹായിക്കാത്തത്? നിങ്ങൾ ആ മാംസ കച്ചവടക്കാരനെ കാണുന്നില്ലേ? അദ്ദേഹം വളരെ കുറച്ചു മാത്രമേ സമ്പാദിക്കുന്നുള്ളൂവെങ്കിലും ദിവസവും കുറച്ചു മാംസം ഈ ഗ്രാമത്തിലെ സാധുക്കൾക്ക് അദ്ദേഹം വിതരണം ചെയ്യുന്നു. നിങ്ങൾ അപ്പുറത്തുള്ള ആ റൊട്ടി കച്ചവടക്കാരനെ ഒന്ന് നോക്കൂ. ഒരുപാട് പ്രാരാബ്ധങ്ങളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ടും ദിവസവും കുറച്ച് റൊട്ടി ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്യുന്നു. കച്ചവടക്കാരൻ മറുപടിയൊന്നും പറയാതെ ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ ദരിദ്രൻ വളരെ ദേഷ്യത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ ആ ഗ്രാമത്തിലാകെ പ്രചരിച്ചു, ആ വൃദ്ധനായ കച്ചവടക്കാരൻ വലിയ സമ്പന്നനാണ്, അതോടൊപ്പം അദ്ദേഹം പിശുക്കനാണ്, ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവരെ അദ്ദേഹം സഹായിക്കുന്നില്ല. ഗ്രാമവാസികൾക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നി. പ്രതികാരമെന്നോണം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും അദ്ദേഹത്തോടുള്ള എല്ലാ ബന്ധങ്ങളും അവർ മുറിച്ചു കളയുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം രോഗിയായി. രോഗം മൂർച്ഛിച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാംസക്കച്ചവടക്കാരൻ മാംസവിതരണം നിർത്തി. റൊട്ടിക്കച്ചവടക്കാരൻ റൊട്ടി വിതരണവും നിർത്തി. ഗ്രാമവാസികൾ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിതരണം നിർത്തിയത്? അവർ പറഞ്ഞു, ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ ഇത് വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നത് ആ വൃദ്ധനായ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് ഈ സൗജന്യ വിതരണം തുടരാൻ സാധിക്കുകയില്ല എന്ന്. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരാളെയും പുറം ജീവിതം കണ്ട് നമ്മൾ വിലയിരുത്തരുത്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടതിനും എത്രയോ അപ്പുറത്തായിരിക്കും. ജനങ്ങൾ ഒരുപക്ഷെ നമ്മെ വളരെ മോശമായ നിലക്ക് വിലയിരുത്തിയേക്കാം. അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുമപ്പുറം നല്ല നിലക്ക് ജനങ്ങൾ നമ്മെ വിലയിരുത്തിയേക്കാം. പക്ഷേ ഏറ്റവും പ്രധാനം നിൻ്റെ മനസ്സാണ്. ആ മനസ്സ് അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയൂ.